ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ ദ ഹോം ഷെഫ്. എല്ലാവർക്കും ഷെയ്ഖ ദ ഹോം ഷെഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽഹംദുലില്ലാ, ഇന്ന് ഞാനിപ്പോൾ നല്ലൊരു കറിയാണ്, അതായത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു കറിയാണ്. നമ്മൾ 100 കറിക്ക് പകരം എന്നൊക്കെ പറയുന്ന ഒരു കറി, അതായത് നമ്മുടെ ഇഞ്ചിക്കറി. ഇപ്പോൾ സദ്യ ആയാലും ഏതിനും ഇഞ്ചിക്കറി ഇല്ലാത്തൊരു സദ്യയില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടെങ്കിലും ഒരു പാത്രത്തിൻ്റെ അറ്റത്ത് അല്പം ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു തൃപ്തിയും ഒരു ടേസ്റ്റും ഒക്കെയാണത്. ഞാനൊരു പാനിലേക്ക് ഒരു 3-4 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട്, അതായത് ഇഞ്ചി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഇഞ്ചി വറുത്ത് കോരാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഏത് എണ്ണയാണ് സൗകര്യമായിട്ടുള്ളത് അത്, വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്, അതൊഴിച്ച് ഇഞ്ചി നന്നായിട്ട് നല്ല മൊരിയുന്ന രീതിയിൽ നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ സെയിം പാനിൽ തന്നെ ആ ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്കൊരു 10-25 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും നന്നായിട്ട് വറുത്ത് കോരി മാറ്റാം. ഇഞ്ചി ഞാനൊരു 250 ഗ്രാമിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളിയും നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം വേണം ഉള്ളി. കുറച്ചായാലും കുഴപ്പമില്ല. ചിലർ ഉള്ളി ചേർക്കാറില്ല, വെറും ഇഞ്ചി മാത്രം വറുത്ത് കോരി മാറ്റി കറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ തന്നെ, ഒരു പകുതി വേവായപ്പോൾ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതും നന്നായിട്ട് കറിവേപ്പിലയും കൂടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഉള്ളിലേക്ക് നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടി ഞാൻ എണ്ണയിലേക്ക് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്ത് ഇപ്പോൾ ശരിക്കും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയ പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൊരിഞ്ഞു വന്നതും കൂടെ അതിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി പാനിലെ എണ്ണ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ വറ്റൽമുളകും മല്ലിയും ഉലുവയും കൂടെ, ഇത് വറ്റൽമുളകും മല്ലിയും വറുത്ത്, അതായത് മൂത്ത് വരുന്ന ടൈമിൽ അല്പം ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റിക്കുക. ഞാനിതിലിപ്പോൾ കാശ്മീരി മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരുപാട് എരി വേണ്ടാത്തതുകൊണ്ട് പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉടനെ അത് നന്നായിട്ട് മൂത്ത് ഉലുവ പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റിക്കാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇഞ്ചിക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന എണ്ണ, ഇഞ്ചി വറുത്ത് കോരിയ ബാക്കി വന്ന എണ്ണ മൺചട്ടിയിലേക്ക് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 ചെറുതായിട്ട് കട്ട് ചെയ്തതോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചതോ ഇടാം. ഒരുപാട് മഷി പോലെ കുഴമ്പായിട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കുനുകുന നമുക്ക് അരിഞ്ഞെടുക്കുമല്ലോ, അങ്ങനെ അരിഞ്ഞെടുക്കുന്ന ഇഞ്ചി ഒരു 1/2 സ്പൂൺ വീതം മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 8 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഈ ഉലുവയും കടുകും കറിവേപ്പിലയും പൊട്ടി വന്നതിന് ശേഷം ചേർക്കാം. എനിക്കെല്ലാം ഈ കൈയളവാണ് എനിക്ക് കൂടുതൽ വശമായിട്ടുള്ളത്. സ്പൂൺ വെച്ചും ഇടാറുണ്ട്, എങ്കിലും കൈ കൊണ്ട് എടുത്തിടുന്നത് ഒരു പ്രത്യേക, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്നേഹവും ഒരു വാത്സല്യവും ഒക്കെ കൂടെ നമ്മളെ ഫുഡിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കൈ കൊണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ
അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മല്ലിയും മുളകും ഉലുവയും അതായത് ഇഞ്ചിയും പിന്നെ അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ വറുത്ത് നമുക്ക് ഗ്രൈൻഡറിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊന്ന് ചെയ്തിട്ട് ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മല്ലി മുളക് മാത്രമായിട്ട് പൊടിച്ച് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ വറുത്തത് ലാസ്റ്റ് രണ്ടാമത് പൊടിച്ചാലും മതി. ഒരുമിച്ച് പൊടിക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരും, അതാണ് നല്ലത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തില്ലായിരുന്നല്ലോ, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ പുളി നേരത്തെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഗ്രൈൻഡറിൽ പൊടിച്ചതിന് ശേഷം അതും കൂടെ ഇട്ട് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടുതാളിച്ച് വെച്ച പാത്രത്തിലേക്ക് ഇപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഡൈല്യൂട്ട് ആവണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ഒരു രുചിയുള്ള ഒരു ഇഞ്ചിക്കറിയാണിത്. മിക്സി കഴുകിയ വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് കറി പോലെ അല്ലല്ലോ, ഒന്ന് നല്ല തിക്കായിരിക്കേണ്ട ഒരു കറിയാണിത്. എല്ലാവരും ഇതുപോലെ തന്നെയാണോ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് ഉള്ളതൊന്ന് അറിയിക്കണേ. ഇതുപോലെ ആണെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന രീതികളോട് പറഞ്ഞാൽ ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇഞ്ചിക്കറി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഞാൻ ഇഞ്ചിക്കറി ഇട്ടിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴും പല രീതിയിലാണ്. ഇപ്പോൾ പൊടിച്ചതുപോലെ ആയിരിക്കില്ല നേരത്തെ ചെയ്തിട്ടുള്ളത്, അങ്ങനെ അതിന് ഒരു വ്യത്യാസം എന്തെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുപോലെ ഇഞ്ചിക്കറി വെക്കാൻ അറിയാത്ത കുട്ടികൾ കാണുമല്ലോ. അപ്പം പാചകം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് ഓരോ പ്രാവശ്യം വെക്കുന്ന കറികളും ഞാൻ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇഞ്ചിക്കറി ഞാൻ ലാസ്റ്റ് ഈ കറി അതിൻ്റെ എരിവും മറ്റും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അല്പം ശർക്കര ചേർക്കും. അടിപൊളിയാണത്. ആ ഒരു പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി ഒരു കറിയാണിത്. സൂപ്പർ ഇഞ്ചിക്കറിയാണ്. ലാസ്റ്റ് കറിവേപ്പിലയും ചേർത്ത് ചെറു തീയിലിട്ട് അതിൻ്റെ നെയ്യും എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.